ഉദരത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. പുറകെട്ടുപോയ ഉപ്പായ എന്നെ പുറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവെന്നെ നയിക്കും പോലെൻ ജീവിത പാതയിൽ തുടരാൻ. ആത്മാവെന്നെ നയിക്കും പോലെൻ ജീവിത പാതയിൽ തുടരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. യോഹന്നാൻ്റെ സുവിശേഷത്തിന് ബൈബിൾ പഠനങ്ങളിൽ 4 പേരുകളാണുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 4 പേരുകൾ: 1 ജീവൻ്റെ സുവിശേഷം, 2 പ്രകാശത്തിൻ്റെ സുവിശേഷം, 3 അടയാളങ്ങളുടെ സുവിശേഷം, 4 സമൃദ്ധിയുടെ സുവിശേഷം. 4 പേരുകളാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിന്. ജീവൻ്റെ സുവിശേഷം, അവൻ ജീവൻ നൽകാൻ വന്നു. പ്രകാശത്തിൻ്റെ സുവിശേഷം, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. സമൃദ്ധിയുടെ സുവിശേഷം, ഇഷ്ടം പോലെ വീഞ്ഞ്. അടയാളങ്ങളുടെ സുവിശേഷം, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവ് കാണിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് സമൃദ്ധി. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ആദ്യ മധ്യ അന്ത്യത്തിൽ സമൃദ്ധി. 2-ാം അധ്യായത്തിൽ വീഞ്ഞിൻ്റെ സമൃദ്ധി. 6-ാം അധ്യായത്തിൽ 5000 അപ്പത്തിൻ്റെ സമൃദ്ധി. 21-ാം അധ്യായത്തിൽ 153 മത്സ്യത്തിൻ്റെ സമൃദ്ധി. കർത്താവ് എവിടെയുണ്ടോ അവിടെ മുഴുവൻ സമൃദ്ധിയാണ്. 2-ൽ വീഞ്ഞിൻ്റെ സമൃദ്ധി, 6-ൽ 5000 അപ്പത്തിൻ്റെ സമൃദ്ധി, 21-ൽ 153 മത്സ്യത്തിൻ്റെ സമൃദ്ധി. സമൃദ്ധി ദൈവ സ്വഭാവമാണ്. ഒരു പൂ ചോദിച്ചാൽ പൂന്തോട്ടം കൊടുക്കുക. ഹാഗാർ ഒരു തുള്ളി വെള്ളം ചോദിച്ചു, ദൈവം ഒരു കിണർ കാണിച്ചു കൊടുത്തു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു വലിയ സമൃദ്ധി. കർത്താവ് തൊട്ടപ്പോൾ വീഞ്ഞിൻ്റെ സമൃദ്ധി. ഇത് വെച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള സിനഡ് കൂടുമ്പോൾ പറഞ്ഞു, അഭിഷേകമുള്ള കുടുംബമുണ്ടാകണമെങ്കിൽ, നിറവുള്ള കുടുംബമുണ്ടാകണമെങ്കിൽ 10 പ്രമാണങ്ങളിൽ കുടുംബത്തെ സ്ഥാപിക്കണം. ദൈവപ്രമാണങ്ങൾ 10 എണ്ണം. 10 പ്രമാണങ്ങൾ അനുസരിച്ച് ആരെല്ലാം ജീവിക്കുമോ അവരുടെ വീടിന് അഭിഷേകമുണ്ട്, അവരുടെ കുടുംബത്തിന് അഭിഷേകമുണ്ട്, അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ അഭിഷേകമുണ്ട്. 10 പ്രമാണങ്ങൾ. ഇതാണ് മാർപ്പാപ്പ കുടുംബജീവിതക്കാർക്ക് നൽകുന്ന സന്ദേശം. 1-ാം പ്രമാണം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടായിരിക്കരുത്. കുടുംബത്തിൽ ശ്രദ്ധിക്കണം. ഒരിക്കലും ഭർത്താവ് അപ്പൻ ദൈവമായിട്ട് മാറരുത്. ഭാര്യ കുടുംബത്തിൻ്റെ ദൈവമായിട്ട് മാറരുത്. ചില ആണുങ്ങളുണ്ട്, നിൻ്റെ ഭർത്താവായ മത്തായി ഞാനാണ്, എൻ്റേതല്ലാത്ത അഭിപ്രായമൊന്നും ഈ പെരയ്ക്കകത്ത് ഉണ്ടാകരുത്. അങ്ങനെ മസിൽ പിടുത്തം ആണുങ്ങൾ നടത്തരുത്. ചില പെണ്ണുങ്ങൾ
ഞാനാണ് വീടിൻ്റെ അമ്മ തമ്പുരാട്ടി, കുലപതിയാണ്, തിരുവായ്ക്ക് എതിർവായില്ല, ഞാൻ കൽപ്പിക്കും, കെട്ടിയവൻ കേട്ടോണ്ടാ മതി. ഈ മസിൽ പിടുത്തം പെണ്ണുങ്ങൾ നടത്തരുത്, ഈ കടുംപിടുത്തം ആണുങ്ങൾ നടത്തരുത്. ദൈവത്തിന് ഒന്നാം സ്ഥാനം, ദാസനും ദാസിയും മാത്രമാണ് ഭർത്താവ് ഭാര്യ. ചില ആണുങ്ങൾക്കൊരു ചിന്തയുണ്ട്, ഞാനാണ് എല്ലാം, കുടുംബത്തിൻ്റെ നട്ടല്. അതുകൊണ്ട് ഞാൻ മനസ്സിൽ ഊഹിക്കുന്നത് പോലും ഭാര്യ മനസ്സിലാക്കിക്കണം. ചില ആണുങ്ങൾ രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് പെരയ്ക്കകത്തേക്ക് നോക്കി ഭാര്യ നോക്കി, എടി അതിങ്ങെടുത്തേടി. ഭാര്യ എന്നതാ മനുഷ്യ, ആ മറ്റേ എടുത്തോണ്ട് പാടി. പൊന്നു മനുഷ്യ തെളിച്ച് പറയും, എടി പൊട്ടി അതിങ്ങെടുക്കും. പിന്നെ ഭാര്യ, അത് ഞാൻ കണ്ടില്ല കേട്ടോ, എന്നാൽ പോയേക്കാം. ഇയാളെന്നെ പറഞ്ഞ് ഇവക്കോ, ഇവളെന്നെ പറഞ്ഞ് ഇയാൾക്കോ അറിയത്തില്ല. ഈ മൂക്കി വെച്ച് വർത്താനം പറയുന്ന ആണുങ്ങളെ കാണാം, പെണ്ണുങ്ങളെ കാണാം. തെളിച്ച് മിണ്ടാൻ പോലും സൗകര്യമില്ല. കാരണം എൻ്റെ സൗകര്യം പോലെ മിണ്ടും, എൻ്റെ ഇഷ്ടം പോലെ. വേറെ ചെല്ലുണ്ട്, ഭാര്യയോട് പറയാതെ വീട്ടിൽ വിരുന്നുകാരെയും വിളിച്ചുകൊണ്ട് വരിക, ഉച്ചയ്ക്കും പറ്റും കണ്ടേ അവനെ ഇവനെയും വിളിച്ചുകൊണ്ട് വരിക, ഭാര്യയുടെ തൊലിയാ പൊളിയുക. ഞാൻ ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അവിടെ നിൽക്കുക. അവിടെ നിൽക്കുമ്പോൾ ഒരു കുടിയൻ എൻ്റെ കയ്യെ പിടിച്ച് സാവധാനം വന്ന് മുത്തിയിട്ട് പറഞ്ഞു, അച്ഛൻ ഞാൻ പറഞ്ഞാണ്ടിന് പോകാൻ നിൽക്കുക, അച്ഛൻ വീട്ടിൽ വരെ വരണം. എന്ന് വെച്ചാൽ എന്താ, ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിലാണ് ഭക്ഷണം, ഇതുകൂട്ട് അച്ഛന്മാരെ കൊണ്ടുവന്നാൽ ഭാര്യയ്ക്ക് ഇഷ്ടമാണ്. തന്നെയല്ല വെച്ചാൽ കുടിച്ചിട്ട് തന്നെ തെറി പറയും. ശാലോൻ ടി വി കണ്ട് അവൾക്ക് അച്ഛനോട് ഇഷ്ടമാണ്, അച്ഛൻ കൂടെ വരാൻ പറഞ്ഞു. ഉച്ചയ്ക്ക് 1:30 ഞാൻ വീട്ടിൽ ചെന്നു. എങ്ങനെയോ ചോറും കറിയും മാങ്ങാ ചമ്മന്തി കടുവ് മാങ്ങ ഒക്കെ ആയിട്ട് ഭക്ഷണം തന്നു. 2 മണിക്ക് ഞാൻ പോരുക, വീണ്ടും എനിക്ക് കോട്ടയം ഭാഗത്തേക്ക് പോരണം. അപ്പം ഈ മനുഷ്യൻ്റെ പൂസ് വിട്ടിട്ടില്ല. ഇയാളിങ്ങനെ ആടി എൻ്റെ കയ്യെ മുത്തിക്കൊണ്ട് പറയുക, ഓ എന്നാലും അവസാനം സക്കേവൂസ് കർത്താവിൻ്റെ വീട്ടിൽ വന്നല്ലോ, എനിക്ക് സമാധാനമായി. ചില മനുഷ്യരെ കാണാം, ഈ ടൈപ്പ് മനുഷ്യരെ കാണാം. ഒരു ഭർത്താവ് എന്നും ഉച്ചയ്ക്ക് കണ്ട് അവനെ ഇവനെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ വരും. ഭാര്യയോട് കൽപ്പനയാണ്, ചോറെടുക്കടി, ചാറെടുക്കടി, മോരെടുക്കടി, മുട്ടയെടുക്കടി. ഭാര്യ പറഞ്ഞു, പൊന്നു മനുഷ്യ ഇനി ഇങ്ങനെ ആരെയും ഭരിച്ചു കയറി കൊണ്ടുവരരുത്, ഒണ്ടേ തരും, ഇല്ല തൻ്റെ കാലെ ചവിട്ട് വെച്ച് തരും, ഓർത്തോളാൻ പറഞ്ഞു. പിന്നെ 1 മാസത്തേക്ക് ആരെയും കൊണ്ടുവന്നില്ല. 1 മാസം കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1:30 ആയപ്പം വികാരിയച്ഛനെയും കൂട്ടിക്കൊണ്ട് കയറി വരുന്നു. ഭാര്യയ്ക്കും അല്ലാത്ത അരിശി, എന്നെ എടുക്കും, ചോറെടുക്കടി എടുത്തു വെച്ചു, മോരില്ലേടി എടുത്തു വെച്ചു, മുട്ട പൊരിക്കടി പൊരിച്ചു വെച്ചു, മീൻ വറുത്തില്ലേടി ഒരു ചവിട്ട് വെച്ച് കൊടുത്തു, അതില്ലായിരുന്നു. എടി ഉണക്കരച്ചി ഇടിച്ചതില്ല, ഒരു ചവിട്ടോടെ കൊടുത്തു, അതുമില്ലായിരുന്നു. കണ്ണിമാങ്ങ എടുത്തു വെച്ചു, ചീരത്തോരൻ ഒരു ചവിട്ട്, ഉള്ളതിന് കൊടുത്ത് ഇല്ലാത്തതിന് ചവിട്ടി. ഊണെല്ലാം കഴിഞ്ഞപ്പോൾ കൈ കഴുകുന്ന അച്ഛൻ പറഞ്ഞു, പൊന്നിലില്ലാമേ ഒരു വീടാണ്, ചോറിയും കറിയും ഉണ്ടെന്നും ഇല്ലെന്നും വരും, എനിക്ക് മനസ്സിലാക്കാമെന്ന് കേട്ടു, ഇതുപോലെ ഒരിക്കലും കയറി വികാരിയച്ഛനിട്ട് ചവിട്ടിയെ കരുത് കേട്ടോ. അപ്പം ജീവിതത്തിൽ പറച്ചിൽ ശ്രദ്ധിക്കുക. ഒരാളെ കൊണ്ടുവരുന്നുണ്ടെന്ന് വരികിൽ അത് ഭാര്യയോട് പറയുക. ഒരു കീഴ്വഴക്കം, വിധേയത്വം. വേറെ ചില ആണുങ്ങളുണ്ട്, എന്ത് ചെയ്താലും ഭാര്യ ചെയ്തോണം, എൻ്റെ അവകാശമാണ്. ഒരു നല്ല വാക്ക് പറയുകയില്ല, അവൾ എല്ലാം ചെയ്തോണം. അവൾ ആരാ? വാഷിംഗ് മെഷീൻ. അവൾ ആരാണ്? തൂപ്പുകാരി. അവൾ ആരാ? പാത്രം മെടക്കുന്നവൾ. ഭർത്താവും ഭാര്യയും കൂടെ ധ്യാനത്തിന് വന്നപ്പം ഞാൻ പറഞ്ഞു, ഇവർ നല്ലവരാ, പക്ഷേ ഇയാൾ ഒരിക്കലും നല്ല വാക്ക് പറയുകയില്ല. ഞാൻ പറഞ്ഞു, ഭാര്യ നല്ല ഭക്ഷണം വെച്ച് തരുമ്പം മോളെ കൊള്ളാവല്ലോ, നല്ല രുചിയാണ്, ഒരു നല്ല വാക്ക് പറയണം കേട്ടോ. അവൻ പറഞ്ഞു, അവക്കും പിള്ളേർക്കും തിന്നാൻ വേണ്ടി കൂടെ, എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, ഞാനെന്തിനാ പറയുന്നത്? നമ്മൾ അതെല്ലാം പറയണം. തുണി അലക്കുമ്പം ഒരു നല്ല വാക്ക് പറയണം. ഓ അതിനകത്തിനാച്ചാ അവൾ അലക്കിയില്ലെങ്കിൽ അവക്കല്ലേ പെരയ്ക്കകം നാറുന്നത്. ഞാൻ പറഞ്ഞു, മുറിക്കകം തുടച്ച് വരുമ്പോൾ ഇല്ലേ പൊടിയാച്ചാ അവൾക്ക് നാണക്കേട്, എന്തിനു ന്യായീകരണം. അവസാനം ഞാൻ പറഞ്ഞത് പോട്ടെ, ധ്യാനം കൂടിയ ആളല്ലേ, ഇനി ഭാര്യ നല്ല ഭക്ഷണം കൊണ്ടുവരുമ്പം എൻ്റെ മുഖം ഒന്ന് ഓർക്കണം. അത് ഓർത്തോണ്ടെങ്കിലും ഭാര്യയോട് ഒരു നല്ല വാക്ക് പറയണം. സമ്മതിച്ച് പോയി. ശനിയാഴ്ച തിങ്കൾ വൈകിട്ട് സാധാരണ ചൂട് കഞ്ഞി, തേങ്ങാച്ചൂട ചമ്മന്തി, കടുവുമാങ്ങ, ഇത് ഐറ്റം. ഇതും കാത്ത് 8 മണിക്ക് ഇരിക്കുക. ഭാര്യ അപ്പോൾ ഒരു പാത്രം നിറയെ കുഴച്ച് വേവിച്ച ചക്ക, വറുത്തരച്ച കോഴിക്കറിയായിട്ട് വരുന്നു. കടുവുമാങ്ങയും കഞ്ഞിയും തേങ്ങായും പ്രതീക്ഷപ്പെടാം, കോഴിക്കറിയും ചക്കപ്പുഴുക്കും ആർത്തിയോടെ കഴിച്ചു. പാത്രം പഠിച്ചു നോക്കി, വിരൽ നീട്ടി നോക്കി, ഏമ്പക്കവും വിട്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഓർത്ത് ഒരു നല്ല വാക്ക് പറയണ്ടേ. എൻ്റെ ഇടയിൽ മേരിക്കുട്ടി 33 വർഷത്തിനിടയിൽ ഇത്രയും നല്ല ചക്കപ്പുഴുക്കും കോഴിക്കറിയും ഞാൻ ആദ്യം കഴിക്കുക, എന്നാ രുചിയാടി. അവൾ ഒറ്റ കരച്ചിൽ, എന്നാടി കരയുന്നെന്ന് ചോദിച്ചു. ഒരു നല്ല വാക്ക് പറഞ്ഞപ്പം, പൊന്നു മനുഷ്യ 35 വർഷക്കാലം ഞാൻ വെച്ച് വളർത്തി തന്നിട്ട് എനിക്ക് നല്ലതൊന്നും പറയാനില്ല. അയൽലോകത്തെ ഏലിയാമ്മയുടെ പുഴുക്കും കോഴിക്കറിയും വന്നപ്പോഴല്ലേ ഒരു നല്ല വാക്ക് പറയാൻ അവസരം കണ്ടെത്തിയത്. അപ്പം നമ്മൾ നോക്കിയും കണ്ടും പറയണം, നല്ലത് പറയണം, നന്മ പറയണം, പ്രോത്സാഹിപ്പിച്ച് പറയണം.
ഞാൻ എൻ്റേതെന്നുള്ള ആ ചിന്തകൾ അരുത്. ഇവിടെയാണ് പറയുക, ഭർത്താവിനെ ഭാര്യ മനസ്സിലാക്കണം, ഭാര്യയെ ഭർത്താവ് മനസ്സിലാക്കണം. കുടുംബത്തിൽ പരിണാമ സിദ്ധാന്തത്തിൻ്റെ തിയറി, ശാസ്ത്രീയ തിയറി എടുത്താൽ പുരുഷൻ പരിണമിക്കുന്നത് വേട്ടക്കാരിൽ നിന്നാണ്, ഭാര്യ പരിണമിക്കുന്നത് അടുക്കളക്കാരിയിൽ നിന്നാണ്. ഒരു ഭർത്താവ് പരിണമിച്ച് വരുന്നത് തോക്ക് പിടിക്കുന്ന, അമ്പും വില്ലും പിടിക്കുന്ന വേട്ടക്കാരനിൽ നിന്നാണ്. വേട്ടക്കാരൻ ഒരുപാട് വർത്തമാനം പറയും, അല്ലേ? അവന് മൗനമാണ്. അടുക്കളക്കാരി ഒത്തിരി വർത്തമാനം പറയും. വേട്ടക്കാരൻ എപ്പോഴും ഉന്നവും പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് സ്ത്രീകൾ എത്ര വർത്തമാനം പറഞ്ഞാലും ചില ആണുങ്ങൾ അധികം മിണ്ടത്തില്ല. ചില ആണുങ്ങൾ മൂളുന്ന തന്നെ പഴയകാല വെല്ലുമിച്ചിമാർ ഇടിയപ്പം ഉണ്ടാക്കുമ്പം നൂല് പോലെ ഇത്രയേ ഉള്ളൂ ആകപ്പാടെ. സ്നേഹക്കുറവല്ല, അവൻ വേട്ടക്കാരനാ, ഉന്നവും പിടിച്ചിരിക്കുക, അത്രേ പറ്റത്തുള്ളൂ. ആണുങ്ങൾ മാറിയിടണം. ചില ആണുങ്ങൾ ഭാര്യ പിണങ്ങിയിരുന്നാൽ പോലും അറിയാത്തവരുണ്ട്. ഒരു സ്ത്രീ 2 ആഴ്ച പിണങ്ങിയിരുന്നു, ഭർത്താവിന് ഒരനുഭവം ഇല്ല. 2 ആഴ്ചയപ്പോൾ അവൾ മടുത്തിട്ട് ചോദിച്ചു, പൊന്നു മനുഷ്യ, 2 ആഴ്ച ഞാൻ പിണങ്ങിയിരുന്നിട്ടും തനിക്ക് എന്നോടൊന്നും പറയാനില്ലേ? ആഹാ, നീ പിണങ്ങിയിരിക്കായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഈ ടൈപ്പ് ആണുങ്ങളുണ്ട്. ചില ആണുങ്ങൾ കടുപ്പത്തിലേ പറയൂ. 1 മാസം ഭാര്യ പിണങ്ങിയിരുന്നു. 1 മാസം കഴിഞ്ഞ് ഭാര്യ മടുത്തിട്ട് ഇണങ്ങാൻ തീരുമാനിച്ചു. അവൾ മുല്ലപ്പൂ മുടിയിച്ചൂടി പിന്നീട് തിളങ്ങുന്ന ബ്ലൗസ് ഇട്ടു, മിനിസോടെ സാരി കൊടുത്തു. അവൻ്റെ മുമ്പിലൂടെ തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഈ സ്ത്രീ ചോദിച്ചു, പൊന്നു മനുഷ്യ, ഞാൻ ഇത്തിരി ഒരുങ്ങി നടന്നിട്ടും തനിക്ക് എന്നോടൊന്നും തോന്നുന്നില്ലേ? അവൻ ചോദിച്ചു, എന്നാ തോന്നാനാടി? മുള്ളുമുരിക്ക് പൂത്തെന്നും പറഞ്ഞ് ആരെങ്കിലും പോയി അതിനെ കെട്ടിപ്പിടിക്കുമോടി? ഈ കടുപ്പമുള്ള വാക്ക് പറയുന്ന ആണുങ്ങളുണ്ട്. അവൻ വേട്ടക്കാരനാ. പെണ്ണുങ്ങളോ അടുക്കളക്കാരിയാണ്. അടുക്കളക്കാരി എപ്പോഴും വർത്താനം പറയും. പാത്രം കഴുകുമ്പോഴും, പറ തുടയ്ക്കുമ്പോഴും, തുണി പിഴിയുമ്പോഴും, വെള്ളം കോരുമ്പോഴും, കോഴിയെ കൂട്ടിക്കയറ്റുമ്പോഴും, ചോറ് വാർക്കുമ്പോഴും ഒക്കെ വർത്താനം പറയും. ഒറ്റയ്ക്ക് മുടിഞ്ഞ ഇടപാട്, നടുവും പോയി വെളിയും പോയി, ഞാനില്ലേ കാണാമായിരുന്നു. ഈ വർത്താനം പറച്ചിലുണ്ട്. അത് ആണുങ്ങൾ മാർജിനിട്ട് എടുത്തോണം. ഒരു കാര്യം ഓർത്തുകൊള്ളുക, കുടുംബത്തിൽ ആരും ഹീറോ ആകരുത്. തമ്പുരാൻ്റെ ദാസനും ദാസിയും, അതാണ് അഭിഷേകമുള്ള കുടുംബം. തലക്കനമില്ല, ജാടകളില്ല, ഞാൻ പാവമില്ല, ഭർത്താവിനോട് കയർക്കുന്ന ഭാര്യയല്ല, ഭാര്യയെ മരിക്കുന്ന ഭർത്താവല്ല. അവനവൻ്റെ സ്വാതന്ത്ര്യം, അവനവൻ്റെ ലോകം, ദൈവം കുടുംബത്തിൻ്റെ തലവൻ, ബാക്കിയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നോക്കുന്ന ഒരയവ്, ഒരു വിട്ടുവീഴ്ച. ഇതാണ് അഭിഷേകമുള്ള കുടുംബം. 1-ാം പ്രമാണം. ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം കുടുംബത്തിൽ ഉണ്ടായിരിക്കരുത്. എല്ലാവർക്കും അറിയാം, കുടുംബ ബന്ധങ്ങൾ ബലപ്പെട്ടാലേ ലോകമുള്ളൂ. പ്രത്യേകിച്ച് ഓർക്കുക, സിനിമ വിജയിക്കണോ? ക്രൈസ്തവ കുടുംബ കഥകളാണ് ഇന്ന് വിജയിക്കുന്ന മലയാള സിനിമ മുഴുവൻ. അടുത്ത കാലങ്ങളിൽ ഒരുപാട് പടങ്ങൾ ഓർക്കുക, മലയാള സിനിമ. ഇപ്പോൾ കുടുംബജീവിതം ഇന്ന് മനുഷ്യൻ കാണുന്ന വിലകൾ, അതിൻ്റെ നിലപാടുകൾ, എങ്ങനെ കുടുംബത്തെ വിജയിപ്പിക്കാം, അത് വിശുദ്ധിയിലെത്തിക്കാം. കുടുംബത്തിൻ്റെ വിജയമാണ് എവിടെയും. ഇവിടെയാണ് 1-ാം പ്രമാണം. ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടായിരിക്കരുത്. 2, ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. ദൈവത്തിൻ്റെ നാമം പാഴായിട്ട് പ്രയോഗിക്കരുത്. വെറുതെ അതും ഇതും പറയുമ്പോൾ ദൈവനാമത്തിൽ ആണയിടരുത്. കർത്താവാണ് സത്യം, ആ വാക്ക് പറയരുത്. നേർച്ച വെറുതെ നേരരുത്. നേർച്ചക്കടമുള്ള കുടുംബം ശപിക്കപ്പെട്ട കുടുംബമാണ്. നേർച്ചക്കടങ്ങൾ എന്ത് നേർച്ച തന്നാലും വീട്ടിൽ കാണും. തല വേളാങ്കണ്ണി പോയി മുട്ടയടിക്കാന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് മുട്ടയടിച്ചിരിക്കണം. ഇത്ര പണം പള്ളിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കണം. ചെല്ലി പറയും, എൻ്റെ അച്ഛ വേവലാതി വന്നപ്പം 5-6 നേർച്ചകൾ നേർന്നുപോയി, ഇപ്പോൾ ഏതാൻ തന്നെ അറിയത്തില്ല, എല്ലാം കൂടെ ചുരുക്കി ഒരെണ്ണമാക്കി അച്ഛന് തരാവോ? അങ്ങനെയെങ്കിൽ അങ്ങനെ. നേർച്ചക്കട ഉണ്ടോ എന്ന് ഓർക്കുക. നേർച്ചക്കടമുള്ള കുടുംബം അഭിഷേകമില്ലാത്ത കുടുംബമാണ്. നേർച്ചക്കടങ്ങൾ ഒരിക്കലും ഉണ്ടായിരിക്കരുത്. അത് എത്രയും പെട്ടെന്ന് നമ്മൾ വീട്ടിക്കണം. മനുഷ്യനോട് വാക്ക് പറഞ്ഞാൽ പാലിക്കണമല്ലോ. ദൈവത്തോട് വാക്ക് പറഞ്ഞ് പാലിച്ചില്ലെങ്കിൽ എന്തൊരു മാന്യതകേടാ അത്. നമുക്ക് നേരാവുന്ന നേർച്ചയെ നേരാവും, നിറവേറ്റാൻ പറ്റും. ഒരമ്മച്ചിയുടെ വലതുകാതി കിടന്ന് 2 ഗ്രാം കമ്മലാണ് കാണാതെ പോയത്. അമ്മച്ചി ചേർപ്പൊക്കെ പള്ളി ചെന്നു ആദ്യ വെള്ളിയാഴ്ച. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉണ്ണീശോയെ, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട കമ്മൽ അത് കാണാതെ പോയി, നീ അതൊന്ന് കാണിച്ചു തരികയാണെങ്കിൽ സത്യമായിട്ടും അത് വിട്ടുകൊണ്ട് 3 വെള്ളിയാഴ്ച ഞാനിവിടെ വന്നേക്കാം. നമുക്ക് പറ്റുമല്ലോ നിറവേറ്റാൻ പറ്റുന്ന നേർച്ചകൾ. ആവശ്യമില്ലാത്ത നേർച്ച നേരരുത്. നേർന്നോ നിറവേറ്റണം. കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. അതിനൊപ്പം തന്നെ അവർക്ക് പാഴ്വാക്ക് പറയരുത്. ചീത്ത വർത്തമാനം പെരയ്ക്കകത്ത് പറയരുത്. ചില ആണുങ്ങൾ നാട്ടിൽ എന്നാ മാന്യന വാ പൊളിച്ച ഭാര്യയോട് പൊളിച്ച തെറി. ചില പെണ്ണുങ്ങൾ വളരെ നല്ലതാണ്, ഭർത്താവിനോട്
മാന്യതയില്ലാത്ത വാക്ക്, കുഞ്ഞുങ്ങളോട് ചീത്ത വാക്ക്, അഭിഷേകമില്ലാത്ത കുടുംബമാണത്. മോശമായ വാക്കുകൾ പറയരുത്. ലോകത്തിൽ നമുക്കറിയാം എല്ലാ ഭാഷകളിലും തെറിക്ക് നീളം കുറവാണ്. ഗുണനപ്പട്ടിക ലുത്തിനിയ പോലെ തെറി പറയാൻ പറ്റുന്ന ഏക ഭാഷ മലയാള ഭാഷയാണ്. ലോകത്തിൽ ഏറ്റവും വലിയ തെറി ഗിന്നസ് ബുക്കിൽ നിന്ന് കിടക്കുന്നത് കാസർഗോഡുകാരൻ ഒരു കുടുംബനാഥൻ്റെ തെറിയാണ്. അതിൻ്റെ നീളം 1 മിനിറ്റ് 3.5 സെക്കൻഡാണ് ഒറ്റ തെറി. അതിൻ്റെ ഉള്ളടക്കമോ ആരെ തെറി പിടിച്ചോ തെറി കേട്ടവൻ്റെ 7 തലമുറകളിലുള്ള അപ്പനപ്പൂപ്പന്മാരുടെ സകല അവയവങ്ങളും കഴുകി തലോടി കടന്നുപോയ ഒരു അന്താരാഷ്ട്ര തെറി. ചീത്ത വാക്ക് പറയരുത്. കുടുംബത്തിൽ ഭാര്യയെ ചീത്ത വിളിക്കരുത്, ഭർത്താവിനോട് ചീത്ത പറയരുത്, കുഞ്ഞുങ്ങളോട് പറയരുത്. നല്ല വാക്ക് വായിന്ന് വരണം. കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. ദൈവനാമത്തിൽ ആണയിടരുത്. നേർച്ചയുണ്ടോ നിറവേറ്റണം. നേർച്ചക്കുറിശിയോ വരുത്തരുത്. അത് കുടുംബത്തിൽ അനുഗ്രഹം നഷ്ടപ്പെടുത്തും. ചീത്ത വാക്കുകൾ പറയരുത്. ഇത് 2ാം പ്രമാണം. 1, ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. 2, കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. 3, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഞായറാഴ്ച നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾക്കും ആഡംബരങ്ങൾക്കും ഇന്ന് ചെലവിടുന്ന ദിവസവും ഞായറാഴ്ചയാണ്. ഹൗസ് വാമിങ്ങായി, 100 കൂട്ടം പ്രോഗ്രാമായി, ടൂറായി, വാഗമണ് പോയി, വീഗാലാൻഡ് പോയി, ഇതെല്ലാം ഞായറാഴ്ചയാണ്. വചനം വായിക്കേണ്ട, ബലിയർപ്പിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട ദിവസത്തിന് ഊന്നൽ കുറയുന്നു. ഇവിടെയാണ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ദിവസം മാത്രം പോരാ, അഭിഷേകം കുടുംബത്തിലുണ്ടാകണോ, കർത്താവിൻ്റെ മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം. കർത്താവിൻ്റെ മണിക്കൂർ എന്താ? കർത്താവിൻ്റെ മണിക്കൂർ രാത്രി 7-നും 9-നും ഇടയിൽ വീട്ടിൽ ഒരു പ്രാർത്ഥന വേണം. 7-നും 9-നും ഇടയിൽ. 9 കഴിഞ്ഞോ വല്ലാത്ത ഉറക്കം. 7 മണിക്ക് മുമ്പാണോ ഒരുപാട് ജോലി. 7-നും 9-നും ഇടയിൽ ഒരു പ്രാർത്ഥന. ഒരുപാട് നീട്ടി പ്രാർത്ഥിക്കുകയരുത്. മക്കളുമൊക്കെ ഒരുമിച്ചാണോ ചുരുക്കി പ്രാർത്ഥിക്കണം. ഒരു 20 മിനിറ്റിനും 30 മിനിറ്റ് ഇടയിലുള്ള ഒരു പ്രാർത്ഥന. ചില കുടുംബം തീർക്കാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥന. എന്തെല്ലാം പ്രാർത്ഥനകളാണ്, നൊവേനകൾ. സകല വിശുദ്ധന്മാർ, വാഴ്ത്തപ്പെട്ടവർ, വീഴ്ത്തപ്പെട്ടവർ, വീഴാൻ തെന്നിക്കൊണ്ടിരിക്കുന്നവർ, ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഉള്ളത് തെളിച്ച് വൃത്തിയായിട്ട് ചൊല്ലുക. ദൈവം അത് ആഗ്രഹിക്കുക. പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. മക്കളെ ഒരുമിച്ചിരുത്തി പ്രാർത്ഥിക്കണം. അങ്കമാലി പള്ളിയുടെ വെഞ്ചിരിപ്പ് നടക്കുന്നു. ഞാനവിടെ ധ്യാനിപ്പിക്കുക. പള്ളിയിലേക്കുള്ള റോഡിൻ്റെ ടാറിങ് അല്പം കൂടെ പൂർത്തിയാകാനുണ്ട്. അന്നത്തെ MLA വികാരിയച്ഛൻ രാത്രി 7:30 വിളിച്ചു. ഇപ്പോൾ MLAയുടെ മറുപടി, കുടുംബത്തോടെ പ്രാർത്ഥിക്കുന്നു, 8:30 കഴിയുമ്പം ഞാൻ തിരിച്ചു വിളിച്ചോളാം. ഒരു ജനപ്രതിനിധിയാണ്, MLA ആണ്. ജീവിതത്തിൽ നമുക്ക് ഒരു ടൈം ടേബിൾ വേണം. പ്രാർത്ഥനയോട് വിശ്വസ്തത കാണിക്കുക. ഇന്ന് പല കുടുംബങ്ങളിലും പ്രാർത്ഥനയുടെ സമയം പോകുന്നു. ഇന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ലല്ലോ. നമുക്ക് TV സീരിയലുകൾ, കുടുംബ പ്രാർത്ഥനയുടെ സമയങ്ങൾ മോഷ്ടിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. പഴയകാല അമ്മച്ചിമാരൊക്കെ എത്രമാത്രം തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. ഇന്ന് ചില അമ്മച്ചിമാർക്ക് ഇന്ന് TVയുടെ അഡിക്ഷൻ. ഒരമ്മച്ചിയുടെ ആൾക്കാർക്ക് ലഡു വിതരണം ചെയ്യുന്നു. എന്താ? സീരിയൽ 3 വർഷം ഗർഭിണിയായിരുന്ന ബീന ഇന്നലെ പ്രസവിച്ചു. അതിൻ്റെ സമ്മാനമായിട്ടാണ് ഈ ലഡു വിതരണം ചെയ്യുക. ഞാനൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു കൊച്ചുകുട്ടി പറഞ്ഞു, ജോസഫച്ചൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയാടാ? മമ്മി TVയിൽ തെറ്റിച്ച് പോയപ്പം അച്ഛൻ തെന്നി പോന്നു. ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ചില കുടുംബങ്ങളുണ്ട്. ഒരു കുടുംബനാഥം പറഞ്ഞാൽ എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കാൻ വരുന്നത് വടക്കൻ വീരഗാഥയിലെ പോലെ തലക്കിറ്റവൾ കയറ്റി കൊടുത്ത് സോപ്പ് പതച്ച് ദേഹം നനച്ച് അവൾ വന്നിരിക്കും. അതെന്താ? എൻ്റെ അച്ഛ പരസ്യം വരുമ്പം വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ലോ, അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ചില പെണ്ണുങ്ങളെ കാണാം, വൈകിട്ട് 6 കുളിച്ച് തോർത്തി നല്ല ഡ്രസ്സ് ധരിച്ചു, കാച്ചിക്കാവ് പുഴുങ്ങിയതുപോലെ മുടി പൊക്കി കെട്ടി, അതിനകത്ത് ഞണ്ട്, തേള്, പഴുതാര, ആമ, കൊടക്കമ്പി, വിറകുകമ്പി, ഇരുമ്പുപൂള, ആപ്പ് ഇതെല്ലാം കുത്തി കയറ്റി ഒരു ടർക്കിറ്റവലും നെഞ്ചിനുറയിട്ട് ഒറ്റ ഇരിപ്പ. കാരണം 6 മണി മുതൽ ഒരുപാട് കണ്ണുനീര് വീണ് കുതിരാനുള്ള നെഞ്ചാണിത്. ഇപ്പം ചില കുടുംബങ്ങൾ ഇങ്ങനെയുണ്ടല്ലോ. ചില കുടുംബങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഊന്നൽ കൊടുക്കാത്ത കുടുംബം. ഇവിടെയാണ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അവൻ്റെ മണിക്കൂർ ആചരിക്കണം. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനല്ലേ, ആ ഉറപ്പം നമുക്ക് വേണം. ഞാൻ പലപ്പോഴും ഓർക്കും, നമ്മുടെ തമ്പുരാൻ ആരെ പോലെയാ? 24 മണിക്കൂറും തുറന്നിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി പോലെയാണ് ദൈവം. എപ്പോഴും കേട്ടോണ്ടിരിക്കണം. കണ്ണടയ്ക്കാൻ കർത്താവിന് സമയം കിട്ടിയത്. രാത്രി 11:30 ഉറങ്ങാമെന്നും കൊണ്ട് ഈശോ സക്രാരി കണ്ണടയ്ക്കുമ്പോഴാണ്
ധ്യാനം കഴിഞ്ഞ് ഞാൻ ചെല്ലുന്നു. തമ്പുരാനെ, ഇന്നത്തേത് കുഴപ്പമില്ല, നാളത്തെ കുഴപ്പമില്ലാതെ നീ തന്നെ നോക്കിക്കോണേ, പരാതിയും പറഞ്ഞ് ഞാൻ വെളുപ്പിനെ 4:45 ഉറങ്ങാന്ന് കഴിയുമ്പോഴാണ് പ്രായമുള്ള കന്യാസ്ത്രീ അമ്മ കർണക്കൊന്തം ചെല്ലിക്കൊണ്ട് 4:30 കഴിഞ്ഞപ്പം ഇതാ അൾത്താരയുടെ മുമ്പിൽ. കർത്താവിന് ഉറങ്ങാൻ പറ്റിയല്ല. എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കണമല്ലോ. എൻ്റെ വീട് കട്ടപ്പനയാണ്. കട്ടപ്പനക്കാർ പ്രാർത്ഥിക്കും മഴ തരണേ, മഴ തരണേ. കുട്ടനാടുകാർ പ്രാർത്ഥിക്കും മഴയരുതേ, മഴയരുത്. കപ്പ ഇടുന്നവർ പ്രാർത്ഥിക്കും മഴ തരണം. കപ്പ വാട്ടുന്നവർ പ്രാർത്ഥിക്കും മഴയരുത്. എല്ലാം കേൾക്കണം. ഒരു ചെറുപ്പക്കാരൻ്റെ കുടലിന് പഴുപ്പ്, അൾസർ കൂടിയിട്ട് അവനെ ആശുപത്രിയിൽ ഓപ്പറേഷൻ അഡ്മിറ്റ് ചെയ്യുക. അവൻ അപ്പനോട് പറയും, എൻ്റെ അപ്പ, എനിക്ക് വല്ലാത്ത പേടി, ഞാൻ മരിക്കാതിരിക്കാനും വലിയ കുഴപ്പം വരാതിരിക്കാനും അപ്പനൊന്ന് പ്രാർത്ഥിച്ചേക്കണം. അപ്പം പറഞ്ഞു, മോൻ പോകൂ, ഞാൻ പ്രാർത്ഥിച്ചേക്കാം. അപ്പൻ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തിരുന്ന് കൊന്ത ചൊല്ലി അങ്ങ് പ്രാർത്ഥിച്ചു. ഇയാളേക്കാൾ അല്പം കൂടെ പ്രായമുള്ള വേറൊരാളും അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. അയാൾ ചോദിച്ചു, ഇയാളിനകത്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഇയാൾ പറഞ്ഞു, എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ അവന് ധൈര്യം കിട്ടാനും അവന് അപകടം വരാതിരിക്കാനും ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. എന്നിട്ട് ചോദിച്ചു, താനെന്തിനാ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ മോന് വേണ്ടി ഞാനല്ലേ പ്രാർത്ഥിക്കുന്നത്. അയാൾ പറഞ്ഞു, എൻ്റെ മോനാ ഡോക്ടർ, അവൻ്റെ ആദ്യത്തെ ഓപ്പറേഷനാണ്, കൈ വരയ്ക്കാതിരിക്കാനും അപകടം വരാതിരിക്കാനും ഞാനും പ്രാർത്ഥിക്കുക. എല്ലാ പ്രാർത്ഥനയും കേൾക്കണം, രോഗിയുടെയും കേൾക്കണം, ഡോക്ടറുടെയും കേൾക്കണം. പ്രാർത്ഥന കേൾക്കുന്നവൻ ദൈവം. ജെറമിയ 33:3, നീ എന്നെ വിളിക്കുക, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കുടുംബത്തിൽ അഭിഷേകം വേണോ? കുടുംബ പ്രാർത്ഥന വേണം. കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു കൊന്ത പോലെ. കൊന്തമണികളെ കോർത്തിണക്കുന്ന ഒരു ചരടുണ്ട്. ചരട് പൊട്ടിയാൽ പിന്നെ കൊന്തമണികൾ പല വഴിക്ക് ഉരുണ്ടു പോകും. കുടുംബം ഒരു കൊന്തയാണ്. വല്യപ്പൻ, വല്യമ്മ, അപ്പൻ, അമ്മ, മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരെയും കോർത്തിണക്കുന്ന ചരട് കുടുംബ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുള്ള കുടുംബം, കുർബാനയുള്ള കുടുംബം, വേദപുസ്തകം വായിക്കുന്ന കുടുംബം, അഭിഷേകമുള്ള കുടുംബം. 1, ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. 2, ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. 3, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. 4, മാതാപിതാക്കളെ ബഹുമാനിക്കണം. കുടുംബത്തിൽ അഭിഷേകം വേണോ? അപ്പനെയും അമ്മയെയും ശുശ്രൂഷിക്കണം. പ്രായമായ അപ്പനമ്മമാരെ പ്രത്യേകിച്ച് ശുശ്രൂഷിക്കണം. നമുക്കറിയാം, ചിലപ്പോൾ 100 കൂട്ടം കാര്യം പറഞ്ഞോടാ, എനിക്ക് ധ്യാനമുണ്ട്, എനിക്ക് കൺവെൻഷനുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രായമുള്ള അപ്പനമ്മയും ശുശ്രൂഷിക്കാതെ പോന്നാൽ ആ കൺവെൻഷനിലെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. ദൈവം അത് കേൾക്കണമെങ്കിൽ അപ്പനെയും അമ്മയും ശുശ്രൂഷിച്ചിട്ട് വന്ന് നമ്മൾ കൺവെൻഷൻ ശുശ്രൂഷിച്ചാൽ അതിനാണ് അഭിഷേകം ഉണ്ടാവുക. ഇല്ലെങ്കിൽ ഒരു അഭിഷേകം നമുക്കുണ്ടാകത്തില്ല. അതാണ് നമ്മൾ വേദപുസ്തകത്തിലൊക്കെ വായിക്കുക. പ്രഭാഷകൻ 3:26, നല്ല കാലത്തോളം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് അപ്പനെ ബഹുമാനിക്കണം, അമ്മയെ സ്നേഹിക്കണം. മാതാപിതാക്കൾക്ക് സ്നേഹം കൊടുക്കാൻ നമ്മൾ പഠിക്കണം.